എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് മണ്ണാർമലുള്ള ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലാണ്. എല്ലാ പാർക്കിനെക്കാട്ടിലും വ്യത്യസ്തമായ രീതിയിലാണ് ഈ പാർക്കുള്ളത്. നന്നായിട്ടൊരു മലൻ്റെ മുകളിലാണ്, പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ഈ പാർക്കുള്ളത്. വരുന്ന വഴി കുറച്ച് ഇടുങ്ങിയതാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം നന്നായിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ വർക്കിടെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഞങ്ങൾ എത്തുമ്പോൾ 12:30 സമയം, അതുകൊണ്ട് ഇവിടെ തിരക്കുകളൊന്നുമില്ല, ആളുകളൊക്കെ വന്നുകൊണ്ട് നിൽക്കണുള്ളൂ. നന്നായിട്ട് വെയിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ സ്കൂൾ വെക്കേഷനിൽ വന്നതായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. സിപ്പ് ലൈന്, സിപ്പ് സൈക്കിള്, കുതിരസവാരി, ഇങ്ങനത്തെ പലവിധ ആക്ടിവിറ്റികളുണ്ട്. പിന്നെ നല്ല കാണാൻ രസമുള്ള ഗാർഡൻ ഉണ്ട്, പലവിധ തൈകളുണ്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിട്ട് കാണാം. ടിക്കറ്റ് എടുത്തോ? മാങ്ങ തച്ചുണ്ടോ? കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ നല്ല കിളിയാളെ സൗണ്ട് ഇങ്ങനെ കേൾക്കണേ. അപ്പോൾ ഈ കൂട്ടിൽ നിറച്ച് പലവിധ തത്തകളും ഉണ്ട്. ഇപ്പുറത്താണ് ഇവരെ ഫാം കുറച്ചുണ്ട്. എല്ലാവിധ ഫ്രൂട്ട്സുകളും ചെടികളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരത്തിന് ഇത് വാങ്ങാം. ഓരോന്നിൻ്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. വാങ്ങിയിട്ട് വീട്ടിൽ കൊടുത്തിട്ട് കൃഷി ചെയ്യുക. ഇതെങ്ങനെ പരിപാലിക്കേണ്ട, ഇതിക്ക് ചേർക്കേണ്ട വളം എല്ലാം ഇവർ പറഞ്ഞുതരും. വെയിലോണ്ടാണ് കണ്ണും എല്ലാം ഉണ്ട്. ആ ഒക്കെ ഉണ്ടല്ലേ എല്ലാത്തിന്. 20 രൂപ. ആ അപ്പോൾ തൊട്ടിപ്പുറത്ത് ജിസാൻ്റെ ഒരു കഫേ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എന്താ വെച്ചാൽ വാങ്ങിയിട്ട് പോകാം. കൂടുതൽ വെള്ളമായിരിക്കും വേണ്ടില്ല, അമ്മാതിരി വെയിലാണ്. വെള്ളമായിരിക്കും വേണ്ടില്ല എന്നല്ല, വെള്ളം കുടിച്ച് നമ്മൾ മരിച്ചു പോകും, അമ്മാതിരി ചൂടുണ്ട്. അപ്പം എന്താ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി. തൊട്ടിപ്പുറത്ത് ഒരു സ്റ്റേജൊക്കെ കാണുന്നുണ്ട്. ചുറ്റുഭാഗം ഇരിപ്പിടുണ്ട്, സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ പോകണില്ല, നമ്മൾ കരിഞ്ഞു പോകും കൂടുതൽ കണ്ടാൽ. അതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റി ഒന്നും കാണാൻ നിൽക്കുന്നില്ല, കുറച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കണേ. ഇല്ലല്ലോ രാത്രി വന്നിരിക്കാനേ. നമ്മളെ വണ്ടി പറയുന്നത് ആ ചെറുക്കനൂടെ ആ ചെറിയ കുട്ടിയെല്ലാം വയ്യ. അങ്ങനെ പോയാലേ പിന്നെ മുകളിലൊരു എയറോപ്ലെയിൻ ഇരിക്കുന്നുണ്ട്, ഇപ്പം പറക്കും തോന്നും കാണുമ്പോൾ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിൻ്റെ ഇവിടെ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് കാണുന്നുണ്ട്. ഉണ്ടല്ലേ 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 കേറാനേ
അല്ല ഒന്നല്ലേ ശരിക്കും കിട്ടട്ടെ. അതിന് അതൊക്കെ പേടി പോകുന്നേ. ഹെൽമെറ്റ് ഒന്നും ഇടാൻ പറ്റില്ല. അതടിയില് ഇത് അപ്പോൾ ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയാൽ തന്നെ നമുക്ക് വീണ്ടും ദാഹമൊക്കെ വന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വെള്ളത്തിന് എന്താ കാട്ടാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇവിടെ ഒരു കഫേ കണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് കയറി പോവാണ്. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. എന്താ നോക്കട്ടെ. എന്തൊക്കെ ഉണ്ട്? ലൈസോ? അപ്പോൾ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ടിലോ വാങ്ങി, ഒരു കോട്ടൺ പാക്കറ്റും വാങ്ങി. ഇനി മക്കൾക്ക് സിപ്പ് സൈക്കിൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരാൾക്ക് 200 രൂപ സിംഗിള്. പേടിയില്ല. അങ്ങനെ മോള് പോയി. ഞാൻ വിചാരിച്ചു ഓൾക്ക് പേടിയുണ്ടാവുന്ന വിചാരിച്ചു. ഓൾക്കൊരു പേടിയില്ല, ഓൾ കൂളായിട്ട് പോയി. നല്ല ധൈര്യവതിന്. ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. മോന് ഏതായാലും ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയാം. മോന് ശരിക്കും കാലെത്തണില്ലെങ്കിലും ഓനിങ്ങനെ നീച്ചെന്ന് കണ്ടൊക്കെ ചവിട്ടിയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ കയറിയിട്ടുണ്ട്. പേടിയിനാ? അപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നപ്പോഴാണ് പ്രെയർ ഹാള് ടോയ്ലറ്റ് എന്ന് കണ്ടത്. അത് കണ്ട അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കാർ റേസിംഗ് ആണ് കണ്ടത്. അപ്പോൾ മോൻ കയ്യിലിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ എഴുതി വെച്ചിന് നിസ്കാര റൂമ്. അവിടെ എഴുതി വെച്ചിന്. അങ്ങനെ ഓൻ അതിലിരിക്കണം എന്ന് പറഞ്ഞ് ഓന് അങ്ങനെ അതിലിരുന്ന്. എന്നിട്ട് പിന്നെ അപ്പോൾ നിസ്കാര റൂമും ടോയ്ലറ്റും ഇതിൻ്റെ അങ്ങേ ഭാഗത്താന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴേക്ക് തന്നെ പോന്നു. ഇനി ഏതായാലും കിളിയാക്കി തീറ്റ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി. കൈക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്താൽ ഓരോ കിളിയായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ തിന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതുകൊണ്ട് ഞാനും കയറിയിട്ട് കുറച്ച് തീറ്റയൊക്കെ കയ്യിലിട്ടെടുത്ത്. അങ്ങനെ ഞങ്ങൾ കിളിക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കുതിരയിൽ പോകേണ്ടത്. അപ്പോൾ മോൾ പറഞ്ഞു എനിക്ക് കുതിരപ്പുറത്ത് കയറണം പറഞ്ഞു. കുതിരൻ്റെ റൈഡിൻ്റെ സ്ഥലം മുകളിലാണ്. അപ്പോൾ മുകൾക്ക് തന്നെ പോകണ്ടേന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ മോൾ ആഗ്രഹമല്ലേ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ മുകൾക്ക് പോയി. അങ്ങനെ ഓള് കുതിരപ്പുറത്ത് കയറി. ഓക്ക് കയറേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളതിനോ ഓക്ക് പേടിയില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് കയറിയ സമാധാനം. അങ്ങനെ ഓളെ കുതിരപ്പുറത്ത് കയറേണ്ട ആഗ്രഹം അങ്ങനെ തീർത്തെടുത്ത്. നമ്മളെ മക്കൾക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കയ്യൊങ്കി തീർത്തെടുക്കുക. ഇവനെന്താ പറയണ അറിയോ? നിങ്ങളുടെ വൈറലാക്കോ? ഞാൻ പറഞ്ഞു അന്ന് വൈറലാവട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് നന്നായി എൻജോയ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പോരുന്ന വൈക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കാക്കൂൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കട ഉണ്ടായിരുന്നു പട്ടിക്കാട്. അതിൽ കയറിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ടാ.